നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണോ? 600 രൂപയ്ക്കോ അതിൽ കുറവോ ചെലവിൽ സ്വന്തമായി ലിക്വിഡ് സോപ്പ് ബിസിനസ് തുടങ്ങാം. ഇത് കേൾക്കാൻ കൗതുകമില്ലേ? ഈ വീഡിയോയിൽ വീട്ടുപയോഗത്തിനും വിവിധ ക്ലീനിംഗ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് മൾട്ടിപർപ്പസ് ലിക്വിഡ് സോപ്പ് എങ്ങനെ നിർമ്മിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ വീഡിയോയെ 4 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആദ്യഘട്ടം: മുൻകൂർ ലായനി തയ്യാറാക്കൽ. ഉൽപാദനം ആരംഭിക്കുന്നതിന് മുമ്പ് ചില രാസവസ്തുക്കൾ വെള്ളത്തിൽ കലക്കി കുറച്ച് മണിക്കൂർ വെക്കേണ്ടതുണ്ട്. ആദ്യം കോസ്റ്റിക് സോഡ ലായനി തയ്യാറാക്കാം. 110 ഗ്രാം കാസ്റ്റിക് സോഡ എടുക്കുക. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തുക. ശ്രദ്ധിക്കുക, ഇത് വളരെ ചൂട് ഗ്ലൗസും കണ്ണടയും നിർബന്ധമായി ഉപയോഗിക്കുക. രണ്ടാമതായി സോഡ ആഷ് എടുക്കുക. 300 ഗ്രാം സോഡ ആഷ് 2 ലിറ്റർ വെള്ളം നന്നായി കലക്കി പൂർണ്ണമായി ലയിപ്പിക്കുക. ശേഷം മാറ്റിവെക്കാം. മൂന്നാമതായി STPP 300 ഗ്രാം STPP 2 ലിറ്റർ വെള്ളത്തിൽ നന്നായി ലയിപ്പിച്ച് മാറ്റിവെക്കുക. അവസാനത്തെ ചേരുവ SLS. ഇത് അരി പോലുള്ള രൂപമുള്ളതിനാലാണ് റൈസ് എന്ന് വിളിക്കുന്നത്. 400 ഗ്രാം SLS 5 ലിറ്റർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്യുക. ഈ 4 ലായനികളും തയ്യാറാക്കിയ ശേഷം 6-7 മണിക്കൂർ മാറ്റിവെക്കുക. രണ്ടാം ഘട്ടം: മറ്റ് ലായനികൾ തയ്യാറാക്കൽ. 7 മണിക്കൂറിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. 700 ഗ്രാം സോഡിയം സൾഫേറ്റ് 2 ലിറ്റർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്യുക. ഇത് മണിക്കൂറുകൾ കുതിർക്കേണ്ടതില്ല. എല്ലാ ഘടകങ്ങളും ചേർക്കാൻ പോകുമ്പോൾ മാത്രം തയ്യാറാക്കുക. ഇനി ടെക്സാപ്പോൺ ആഡ് ചെയ്യാം. ആദ്യം 1 കിലോഗ്രാം ടെക്സാപ്പോണും 1.5 ലിറ്റർ സൾഫോണിക് ആസിഡും 1 മിനിറ്റ് നന്നായി കലക്കുക. തുടർന്ന് 6 ലിറ്റർ വെള്ളം ചേർക്കുക. വെള്ളം അല്പാൽപമായി ചേർത്താൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ മുഴുവൻ വെള്ളവും ഒരുമിച്ച് ചേർക്കുകയോ ഹാൻഡ് മിക്സർ ഉപയോഗിക്കുകയോ ചെയ്യാം. മൂന്നാം ഘട്ടം: തിക്നർ തയ്യാറാക്കൽ. 250 ഗ്രാം നൈട്രോസോൾ 14 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. സോപ്പിന്റെ കട്ടി വർദ്ധിപ്പിക്കുന്ന തിക്നറാണിത്. നാലാം ഘട്ടം: എല്ലാ ലായനികളും ഒന്നിച്ച് ചേർക്കുക. ഒരു വലിയ ഡ്രമ്മിലോ കണ്ടെയ്നറിലോ എല്ലാ ലായനികളും താഴെ പറയുന്ന ക്രമത്തിൽ ചേർക്കുക: കാസ്റ്റിക് സോഡ ലായനി, സോഡ ആഷ് ലായനി, STPP ലായനി, സോഡിയം സൾഫേറ്റ് ലായനി, SLS ലായനി, ടെക്സാപ്പോൺ പ്ലസ് സൾഫോണിക് ആസിഡ് ലായനി. ഓരോ ഘട്ടത്തിലും നന്നായി ഇളക്കുക. സോഡിയം സൾഫേറ്റ് ചേർത്താൽ ലായനി കുറച്ച് വെള്ളം പോലെ തോന്നാം. ആശങ്കപ്പെടേണ്ടതില്ല, വീണ്ടും കട്ടിയാവും. ആവശ്യമായ അളവിൽ കൊക്കാമൈഡ് ചേർക്കുക. ഇത് ഫോം ബൂസ്റ്ററാണ്. സോപ്പിന് മൃദുത്വം നൽകാൻ ഗ്ലിസറിൻ ചേർക്കുക. പ്രിസർവേറ്റീവായി 40 ഗ്രാം മെത്തിൽ പരാബൻ കുറച്ച് വെള്ളത്തിൽ കലക്കി ചേർക്കുക. അവസാനം പെർഫ്യൂം, കളർ എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇത് മൂടി 24 മണിക്കൂർ വെക്കുക. ഇടയ്ക്ക് തുറക്കരുത്. ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മികച്ച ഗുണമേന്മയുള്ള ലിക്വിഡ് സോപ്പ് തയ്യാറാകും. ശേഷം കുപ്പികളിൽ നിറച്ച് വിൽപ്പന നടത്താം. ഇതുപോലുള്ള ഉപകാരമുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.